വയനാട് ഉരുൾപൊട്ടലുണ്ടായി ഇന്ന് ഒരാഴ്ച തികയുകയാണ്. ഇപ്പോഴും അവിടെ തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നു. 12 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം അല്ലെങ്കിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ് അവിടെ. ഇനിയിപ്പോൾ മൃതദേഹം കണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് 4 മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അതിൽ പല മൃതദേഹവും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്ന് മൃതദേഹം സംസ്കരിക്കുന്ന നടപടികളുണ്ടാകും. കൂട്ട സംസ്കാരമാണ് നടക്കുക. മരണം 394 എന്നതാണ്. 100 കണക്കിന് പേരെ ഇനിയും കാണാനില്ല. കാണാമറയത്തായവരെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ, അത് കൃത്യമായ കണക്കുകളൊക്കെ പുറത്ത് വിടേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യും. ശ്രീജിത്ത് ശ്രീകുമാരൻ ചൂരൽമലയിൽ നിന്ന്. ശ്രീജിത്ത്, ഇന്ന് ചൂരൽമലയിൽ നിന്ന് 2 മൃതദേഹമാണ് കണ്ടെടുത്തത്. ആകെ 4 മൃതദേഹം കൂടാതെ ശരീരഭാഗങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൂട്ട സംസ്കാരത്തിനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. 3 മണിക്ക് പുത്തുമലയിലാണ് സംസ്കാരം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനൊക്കെയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടോ? അല്പസമയം മുൻപ്, അതായത് ഏതാണ്ട് 2 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ ചൂരൽമല ന്യൂ വില്ലേജ് പരിസരത്ത് നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത് ഒരു പുരുഷന്റെ മൃതദേഹമായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 1 മണിക്കൂർ നേരം തൊട്ടപ്പുറത്തെ പ്രദേശത്ത് അവിടെ പുഴുക്കളും ഈച്ചയും ഒക്കെ NDRFന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് സംഘത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു. ആ മേഖലയിൽ വലിയ ഹിറ്റാച്ച് കൊണ്ട് കുഴിച്ചു നോക്കുമ്പോഴായിരുന്നു 2ാമത്തെ മൃതദേഹം കൂടി ലഭിക്കുന്നത്. അതൊരു സ്ത്രീയുടേതായിരുന്നു. ഏതാണ്ട് പൂർണ്ണമായി അഴുകിയ നിലയിലായിരുന്നു ആ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് മറ്റൊരു പ്രദേശത്ത് നിന്ന് ഒഴുകി വന്ന അവിടെ അടിഞ്ഞ മൃതദേഹമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ആ സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ബന്ധുക്കൾ എന്തായാലും ആശുപത്രിയിലേക്ക്, പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ആ പരിശോധനകൾക്ക് ശേഷം, തിരിച്ചറിയൽ പരേഡിന് ശേഷമൊക്കെ ഒരു വ്യക്തമായ വിവരം അല്പസമയത്തിനകം തന്നെ ലഭിക്കും. എന്തായാലും പുരുഷന്റെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. ഈ മേഖല ഏതാണ്ട് കമ്പും ചില്ലകളും അതുപോലെ തന്നെ വലിയ പാറക്കഷ്ണങ്ങളും കൊണ്ടൊക്കെ ചെളിമണ്ണും കൊണ്ടൊക്കെ നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്. സ്വാഭാവികമായി ആ മേഖലയിലേക്ക് കൂടുതലായി, അതായത് പുഴ ഗതിമാറി ഒഴുകി മണ്ണും കല്ലും പാറക്കഷ്ണങ്ങളും അതുപോലെ തന്നെ മരക്കമ്പുകളും ഒക്കെ വന്നടിഞ്ഞൊരു മേഖലയാണ്. ആ മേഖലയിൽ ഇനിയും ദുർഗന്ധം വമിക്കുന്നുണ്ട്. അത് മൃതദേഹങ്ങളുടെ ഇത് തന്നെ ആയിരിക്കാമെന്നാണ് തീർത്തും ഇക്കാര്യത്തിൽ പരിചയസമ്പന്നരായ ഫയർഫോഴ്സ് അംഗങ്ങൾ അല്പസമയം മുൻപ് പറഞ്ഞത്. അവിടേക്ക് IG, ഉത്തരമേഖല IG K സേതുരാമൻ എത്തിയിരുന്നു. അദ്ദേഹം നമ്മോട് പറഞ്ഞ് തിരച്ചിൽ ഒരു കാരണവശാലും നിർത്തില്ല, ഈ മേഖലയിലേക്ക് കൂടുതൽ ഹിറ്റാച്ചുകൾ എത്തിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. അല്പസമയം മുൻപ് ആ പരിശോധനയും ആ മേഖലയിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതായത് കൂടുതൽ പരിശോധന ഈ ന്യൂ വില്ലേജിന്റെ മേഖലയിലേക്ക് നീക്കിയാൽ ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങൾ ലഭിക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഒരു മൃതദേഹവുമായി ഒരു റെസ്ക്യൂ സംഘം, കാട്ടിലകപ്പെട്ട റെസ്ക്യൂ സംഘത്തെ മറ്റൊരു റെസ്ക്യൂ സംഘം രക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഇവിടെ നിന്ന് പോയ NDRF സംഘവും ഫയർഫോഴ്സ് സംഘവും പോലീസും അടക്കമുള്ള സേനകളാണ് രക്ഷിച്ചത്. ആ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അത് കാന്തൻപാറ എന്ന മേഖലയായിരുന്നു ആ പ്രദേശം. എന്തായാലും ഇന്ന് ഏതാണ്ട് 3ഓളം മൃതദേഹങ്ങൾ ഈ മേഖലയിൽ നിന്ന്, വയനാടിന്റെ ഈ പരിസര പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കാൻ കാരണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടയായിട്ടുണ്ട്. ഇനി കൂടുതൽ പരിശോധനകൾ അല്പസമയത്തിനകം തന്നെ മറ്റ് ബറിയിങ് അടക്കമുള്ള ചൂരൽമലയിൽ നിന്നുള്ള വിവരം, തിരച്ചിലിന്റെ വിവരം, ഒപ്പം ഇന്ന് കണ്ടെടുത്ത മൃതദേഹം, അതിന്റെയൊക്കെ വിശദാംശമാണ് ശ്രീ ശ്രീകുമാരൻ നൽകിയത്.